ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടി20 മത്സരത്തിൽ ടീം ഇന്ത്യ അപ്രതീക്ഷിത തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത്. ഒരു ഘട്ടത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നിട്ട് കൂടി ഇന്നിംഗ്സിന്റെ അവസാനം മത്സരം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് രണ്ടാം മത്സരത്തിൽ കണ്ടത്. രവി ബിഷ്ണോയുടെ 17ാം ഓവർ തന്നെയാണ് മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ സമ്മർദ്ദത്തിൽ ബോൾ ചെയ്ത ടീം ഇന്ത്യയെ സംബന്ധിച്ച് രവി ബിഷ്ണോയുടെ ഒരു ഓവറിൽ 29 റൺസ് വഴങ്ങിയത് തന്നെയാണ് തോൽവിയുടെ കാരണമായിരുന്നത്. എന്നാൽ ഇന്നലത്തെ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണെ ഒഴിവാക്കിക്കൊണ്ട് പകരക്കാരനായി വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തിന് തന്നെയാണ് മാഞ്ചസ്റ്റർ വേദിയായത്. രണ്ടാം ടി20 മത്സരത്തിനുള്ള ഇന്ത്യൻ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസണുമായി ഗ്രൗണ്ടിൽ ദീർഘനേരത്തിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു കോച്ച് ഗൗതം ഗംഭീർ. 15-കാരൻ വൈഭവ് സൂര്യവംശിക്ക് അരങ്ങേറ്റത്തിന് അവസരം ഒരുങ്ങിയതോടുകൂടിയാണ് ലോകകപ്പിലെ താരമായ സഞ്ജുവിനെ ടീമിൽ നിന്നും പുറത്താക്കിയത്. അയർലൻഡിനെതിരായ ടി20 പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി20യിലും നിരാശപ്പെടുത്തിയതോടുകൂടിയാണ് സഞ്ജുവിനെ മാറ്റി വൈഭവിനെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഗംഭീർ സഞ്ജുവുമായി ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. ഗംഭീർ ഗ്രൗണ്ടിലേക്ക് വരുന്നത് കണ്ട് മുഖം നൽകാതെ മാറിപ്പോകുന്ന സഞ്ജുവിനെയും വീഡിയോയിൽ കാണാനായി സാധിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗംഭീർ സഞ്ജുവിനെ കൈകൊണ്ട് പിടിച്ചു നിർത്തി സംസാരിക്കുകയായിരുന്നു. സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റുന്ന കാര്യം കോച്ച് സഞ്ജുവിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ കോച്ചിന്റെ വാക്കുകളിൽ നിന്നും സഞ്ജു തൃപ്തനല്ലെന്നുള്ള സൂചനകൾ കാണാനായി സാധിക്കും. വെറും 3 കളിയിലെ മോശം പ്രകടനങ്ങളുടെ പേരിൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൽ സഞ്ജുവിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചനകൾ. മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ടി20 ലോകകപ്പ് കിരീടം ചൂടിയപ്പോൾ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 97, 89, 89 എന്നിങ്ങനെ റൺസ് അടിച്ചുകൂട്ടി സഞ്ജു തിളങ്ങിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ താരത്തിന് ഫോമിലാവാനായി സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 3 ഇന്നിംഗ്സുകളിൽ 5, 0, 1 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജുവിന് പകരം ഓപ്പണറായി ഇറങ്ങിയതോടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ ചരിത്ര റെക്കോർഡും വൈഭവ് സൂര്യവംശി തകർത്തിരുന്നു. 15 വയസ്സും 99 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് ഇന്ത്യക്കായി അരങ്ങേറുന്നത്. സച്ചിൻ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് 16ാം വയസ്സിലായിരുന്നു. എന്തായാലും വൈഭവിന്റെ ഉൾപ്പെടുത്തൽ വന്നപ്പോൾ സഞ്ജുവിനെ ഒഴിവാക്കിയത് തീരെ ശരിയായ കാര്യമല്ല എന്നും ലോകകപ്പ് ടീം ഇന്ത്യക്ക് നേടിക്കൊടുത്ത സഞ്ജുവിനെ തന്നെ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുമാണ് പല ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. രണ്ടാം മത്സരത്തിന് മുൻപ് സഞ്ജുവിന്റെ അതേ അവസ്ഥയിൽ തന്നെ ഇഷൻ കിഷനും തിലക് വർമ്മയും ഫോം ഔട്ടിൽ തന്നെയായിരുന്നു. മികച്ച ഒരു ഇന്നിംഗ്സ് കളിക്കുന്നതിനായി ഇരുവരും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് സഞ്ജുവിലേക്ക് മാത്രം ഫോക്കസ് പോയി എന്നും അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങൾ. എന്തായാലും ഒരു മത്സരത്തിൽ ഒഴിവാക്കിയത് പെർമനന്റ്ലി റിമൂവൽ അല്ല എന്നും അവസരങ്ങൾ നൽകി താൻ കൂടെയുണ്ടെന്നുള്ള സപ്പോർട്ടുമായിരിക്കാം ഗംഭീർ ഒരുപക്ഷെ സഞ്ജുവിന് നൽകിയത്. എന്തായാലും കരിയറിൽ ടീം ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജു സാംസൺ വീണ്ടും പഴയപടി അവഗണനകൾ നേരിടുന്ന മറ്റൊരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീളുന്നത്.